ഓം നമഃ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സാളഗ്രാമത്തിൻ്റെ ഉപയോഗവും ഉപചാരവും അതും വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ഇതിനെപ്പറ്റിയാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്. ഒട്ടേറെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയുണ്ടായി, സാളഗ്രാമം നമ്മുടെ വീട്ടിൽ എങ്ങനെ പ്രാണപ്രതിഷ്ഠ ചെയ്യാം, ഉപചാരം ചെയ്യുന്ന വിധി, ഇതിനെപ്പറ്റി ഒരു എപ്പിസോഡ് ഇടണമെന്ന്. അതും വഴിയാണ് ഞാൻ ഈ എപ്പിസോഡ് വഴി നിങ്ങളുമായിട്ട് ഇത് ക്ലാരിഫൈ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, സാളഗ്രാമം എന്ന് പറഞ്ഞാൽ നേപ്പാളിൽ ഖണ്ഡകി നദിയിൽ വജ്രകീട എന്ന് പറയുന്ന ഒരു കാടനട്ട, അത് ആ ഖണ്ഡകി നദിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം മുള്ള ഉള്ള ഒരു അട്ടയാണ്. അതിൻ്റെ ഫോസിൽ രൂപമാണ് സാളഗ്രാമം. ഈ വജ്രകീട എന്ന് പറയുന്ന അട്ട എങ്ങനെയാണ് സമാധി, ആ രീതിയിലായിരിക്കും സാളഗ്രാമത്തിൻ്റെ ആകൃതി. സാളഗ്രാമം ഇന്ന് വളരെ സുലഭമാണെങ്കിലും അതിൽ എത്രത്തോളം ജെന്യുവനായിട്ടുള്ള സാളഗ്രാമം കിട്ടുക വളരെ കഷ്ടതയുള്ള കാര്യമാണ്. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം, എല്ലാം ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാലമാണ്. അപ്പോൾ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതിയാണ്. അപ്പോൾ മാക്സിമം സാളഗ്രാമം എന്ന് പറഞ്ഞാൽ നമുക്ക് തലമുറകളായിട്ട് കൈമാറി വരുന്ന സാളഗ്രാമത്തിൽ മാത്രം വിശ്വസിക്കേണ്ട ഒരു കാലഘട്ടമായി വന്നു ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ. ഇന്നെവിടെ നോക്കിയാലും ഡ്യൂപ്ലിക്കേറ്റാണ്. സോ അങ്ങനെ ഒരു സ്ഥിതിഗതിയിലേക്ക് വന്നു കഴിഞ്ഞു നാം എല്ലാം. ഭഗവാനെ വരെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കുന്ന ഒരു കാലമാണ്. കാരണം കലിയുഗത്തിൽ സാളഗ്രാമത്തിനെയാണ് നാം കൂടുതൽ പ്രാധാന്യം കൂട്ടിയിട്ട് ഉപാസിക്കുന്നത്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ ഞാൻ സാളഗ്രാമ രൂപത്തിലായിരിക്കും എന്നുള്ളത്. അതുതന്നെയാണ് നമ്മുടെ വെങ്കടാചലം തിരുപ്പതിയിൽ സ്വയം സാളഗ്രാമ സ്ഥിതിയിൽ സ്വയംഭൂവായിട്ട് ഭഗവാൻ വിഷ്ണു സ്ഥിതി ചെയ്യുന്നതാണ്. സാളഗ്രാമങ്ങളുള്ള ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, അത് മഹാക്ഷേത്രമായിരിക്കും. ഏതൊരു ക്ഷേത്രമെടുത്താലും 108 കൂടുതൽ സാളഗ്രാമങ്ങളുണ്ടോ അത് മഹാക്ഷേത്രം എന്ന് തന്നെ അറിയപ്പെടും. 108 മേൽ സ്ഥലമുണ്ടോ അത് ദിവ്യദേശം. 12 സാളഗ്രാമങ്ങളാണ് ഒരു ക്ഷേത്രം എന്നുള്ള കണക്കാണ്. 12 കൂടുതലുണ്ടെങ്കിൽ അത് മഹാക്ഷേത്രവും, 108 കൂടുതലുണ്ടെങ്കിൽ അത് ഉപമഹാക്ഷേത്രവും, 1008 കൂടുതലുണ്ടെങ്കിൽ അത് ദിവ്യദേശം എന്ന് പറയും. അതായത് ആ ഭഗവാന്റെ ആ ദേശത്തിൻ്റെ പേരിൽ, ഭഗവാന്റെ പേരിൽ ആ ദേശം അറിയപ്പെടും. അതിലൊന്നാണ് തിരുവനന്തപുരം. ആ തിരുവനന്തൻ്റെ പുരമായി ആ ഒരു വാക്കിൽ, ആ ഒരു പേരിൽ ആ സ്ഥലം അറിയപ്പെടുന്നു. തിരുപ്പതി, വെങ്കടാചലപതി. തിരുപ്പതി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ പതി. അപ്പോൾ ദിവ്യദേശം എന്ന് പറയുന്നത് ഏതൊരു ഉപമൂർത്തിയാണോ, ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപങ്ങളെല്ലാം സാളഗ്രാമ സ്ഥിതിയിലാണ്. 1008 കൂടുതൽ സാളഗ്രാമം ഏത് ക്ഷേത്രത്തിലുണ്ടോ ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ പേരിലായിരിക്കും ആ സ്ഥലം അറിയപ്പെടുക. അങ്ങനെ ഓരോ സാളഗ്രാമത്തിന് ഓരോ കണക്കുകളുണ്ട്. ഇത്ര സാളഗ്രാമം, 12 സാളഗ്രാമം കൂടിയാൽ ക്ഷേത്രം, 12 കൂടുതലാണെങ്കിൽ മഹാക്ഷേത്രം, 1008 കൂടുതലാണെങ്കിൽ ദിവ്യദേശം, ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അത് വൈകുണ്ഠമാവും. 1,00,000 സാളഗ്രാമങ്ങൾ ഉള്ളിടത്ത് അത് ഭഗവാൻ സ്വയം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്.
വൈകുണ്ഠം എന്ന് തന്നെ അറിയപ്പെടുന്നു. ഭഗവാൻ അവിടെ വരും, പൂർണ്ണ രൂപത്തിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സാളഗ്രാമത്തിൻ്റെ കണക്കുകൾ. 108 കൂടുതലുള്ള സാളഗ്രാമങ്ങൾ മഹാക്ഷേത്രങ്ങളായിട്ടും അതിൽ രത്നഗർഭ ദിവ്യമായിട്ടുള്ള സാളഗ്രാമങ്ങൾ, അതായത് ലക്ഷ്മി നരസിംഹം, ഹിരണ്യഗർഭ, ശ്രീഗർഭ, രത്നഗർഭ ഇവയുണ്ടെങ്കിൽ ആ ഒരു വൈകുണ്ഠം എന്നും അറിയപ്പെടുന്നു. കാരണം രത്നഗർഭ എന്ന് പറയുന്ന സാളഗ്രാമം വളരെ ചെറുതാണ്, ക്യാപ്സൂൾ രൂപത്തിലാണ്. അതൊരു 3-4 എണ്ണം മതിയാവും വൈകുണ്ഠ സ്ഥിതിയിലെത്താൻ. കാരണം ഇങ്ങനത്തെ സാളഗ്രാമം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെയർ ആൻഡ് ലക്കി. അപ്പോൾ ഇങ്ങനത്തെ സാളഗ്രാമം ചെറിയ ക്യാപ്സൂൾ, ചെറിയ പല്ലിയുടെ മുട്ട എന്നുള്ള രീതിയിലായിരിക്കും കറുത്തിട്ട് ഈ സാളഗ്രാമം അറിയപ്പെടുക. ഇന്ന് ആ ഒരു സാളഗ്രാമം പറഞ്ഞിട്ട് വളരെ വളരെ ഫേക്കായിട്ടുള്ള സാളഗ്രാമം യൂട്യൂബിലും അതേപോലെ ഓൺലൈനിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ബ്ലൂ കളറായിട്ടുള്ള കോഫി കളറായിട്ടുള്ള സാളഗ്രാമങ്ങൾ രത്നഗർഭ എന്ന പേരിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫേക്കാണ്. കാരണം ഫോസിലുകൾ ഒന്നും ക്രിസ്റ്റലൈസ് ആയിട്ട് ഉള്ള കാണുന്ന രീതിയിലായിരിക്കില്ല സാളഗ്രാമങ്ങൾ. അത് സാളഗ്രാമമേ അല്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാകണം, റിയൽ ഏതാണ് ഫേക്ക് ഏതാണെന്നുള്ളത് അറിയണം. സാളഗ്രാമത്തെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൽ പെട്ടുകഴിഞ്ഞാൽ, അതും 1-2 അല്ല ചോദിക്കുന്നത്, 25,000 40,000 ഒക്കെയാണ് ചോദിക്കുന്നത്. കാരണം അവർക്കറിയാം ഇത് റെയർ സാളഗ്രാമങ്ങളാണ്, ഇത് വാങ്ങാൻ ആളുകളുണ്ടാവും, എത്ര വില കൊടുക്കും. കാരണം അതിൽ വീണു പോവും ഒട്ടുമിക്കവരും. പക്ഷെ ഫലം 0. നമ്മൾ എത്ര ഉപാസിച്ചാലും നമുക്ക് ഫലം കിട്ടാതെ വരും. കാരണം നമ്മൾ ഉപാസിക്കുന്നത് റിയൽ ആയിട്ടുള്ള സാളഗ്രാമല്ല, ട്രാൻസ്പെറൻ്റ് അല്ല. രത്നഗർഭ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സാളഗ്രാമം എന്ന് വിൽക്കുമ്പോൾ നമ്മൾക്ക് അത് ശരി ശിലയാണ്, സ്റ്റോണാണ്. അത് ബ്ലാക്ക് കളറായിരിക്കും. അതൊരിക്കലും ക്രിസ്റ്റലൈസ്, അതായത് ഉള്ളൊക്കെ കാണുന്ന രീതിയിലായിരിക്കില്ല ഒരിക്കലും രത്നഗർഭ. അത് നമ്മൾ ഓർമ്മയിരിക്കണം. ഇനി ഉപാസനാക്രമം നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതിന് പ്രാണപ്രതിഷ്ഠ എന്നുള്ള കൺസെപ്റ്റ് വേണ്ട. കാരണം സാളഗ്രാമം സ്വയംഭൂവാണ്, എപ്പോഴും അതിൽ ചൈതന്യമുണ്ട്. നമ്മളായിട്ട് അതിനെ പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശ്രീചക്രം അതേപോലത്തെ ബിംബങ്ങൾ അതിനൊക്കെ നമുക്ക് പ്രാണപ്രതിഷ്ഠ ചെയ്യാം. പക്ഷേ സാളഗ്രാമത്തിന് പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ജസ്റ്റ് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ നല്ല രീതിയിൽ പഞ്ചഗവ്യാഭിഷേകമോ അല്ലെങ്കിൽ പാലഭിഷേകമോ അല്ലെങ്കിൽ കരിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു പദാർത്ഥങ്ങൾ കൊണ്ട് അതിൽ തുളസി എപ്പോഴും ഇട്ട് നമ്മൾ ഏതൊരു ഭഗവാനെയാണോ അഭിഷേകം ചെയ്യുന്നത്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ട്. ചിലവർക്ക് ലക്ഷ്മി നരസിംഹമായിട്ട് കാണാം, ചിലപ്പോൾ വരാഹമായിട്ട് കാണാം, കൂർമ്മമായിട്ട് കാണാം. ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ വിധത്തിലുള്ള സാളഗ്രാമങ്ങൾ വേണം പൂജിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ജാതകത്തിലും ഓരോ ദേവതകളുണ്ട്. അതേപോലെ ഓരോ നക്ഷത്രത്തിനും ഓരോ രാശിക്കും ഓരോ സാളഗ്രാമം പൂജിക്കാം. അങ്ങനെ പൂജിച്ചാൽ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല ബ്ലോക്കുകളും മാറിക്കിട്ടും എന്നുള്ളതാണ് ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം സാളഗ്രാമങ്ങൾ വാങ്ങിക്കാൻ. സാളഗ്രാമം വീട്ടിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് നല്ലോണം തുടച്ച് അതിൽ മേലെ ചെറുതായിട്ട് എള്ളെണ്ണ ജസ്റ്റ് ഒന്ന് മിനുസപ്പെടുത്തി അത് നമ്മുടെ ഒരു തട്ടമെടുത്ത് അതിൽ ചുമലപ്പട്ടോ മഞ്ഞപ്പട്ടോ വിരിച്ച് അതിന്മേൽ വേണം സാളഗ്രാമം വയ്ക്കാൻ. അതിനുശേഷം നമ്മളതിന് ധൂപം കൊടുക്കണം. ധൂപം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കടയിൽ കാണുന്ന ചന്ദനത്തിരി വെച്ച് ഒരിക്കലും ധൂപം കൊടുക്കരുത്. അതിന് നമുക്ക് ധൂപക്കട്ടയോ അല്ലെങ്കിൽ അഷ്ടധൂപങ്ങളോ വെച്ച് വേണം ധൂപം കൊടുക്കാൻ. ചന്ദനത്തിരി, അതായത് സ്റ്റിക്ക്,
ഒരിക്കലും യൂസ് ചെയ്യരുത് സാളഗ്രാമത്തിന്. കാരണം സ്വയം ഭഗവാനാണ്, അവിടെ കെമിക്കലോ സിന്തറ്റിക് കെമിക്കൽസോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ധൂപക്കട്ട വെച്ച് ഭഗവാന് ധൂപം കാട്ടിയതിന് ശേഷം നമ്മൾ ചന്ദനമോ മഞ്ഞളോ കൊണ്ടുള്ള ചാർത്ത്, അതായത് പൊട്ട്, അതിന്മേൽ കുങ്കുമം പൊട്ട് കൂടി തൊടുക. നമ്മൾ മഞ്ഞളോ ചന്ദനമോ ഉപയോഗിക്കുകയാണെങ്കിൽ വട്ടവർ നമ്മൾ സാളഗ്രാമത്തിൽ യൂസ് ചെയ്യുമ്പോൾ ഒറിജിനൽ, അതായത് പൊടിച്ചെടുത്ത മഞ്ഞളോ അല്ലെങ്കിൽ ഉരച്ചെടുത്ത ചന്ദനമോ വേണം യൂസ് ചെയ്യാൻ. മാർക്കറ്റിൽ പല തരത്തിലുള്ള പൊടികൾ അവൈലബിളാണ്. മഞ്ഞൾ പൊടി അവൈലബിളാണ്, ചന്ദനം പൊടി അവൈലബിളാണ്. അതൊന്നും നമുക്ക് വിശ്വാസയോഗ്യമല്ല. കാരണം കെമിക്കൽ സാളഗ്രാമത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്കത് ദോഷം ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മൾ ഒറിജിനൽ, ഈവൻ പാൽ വരെ, നമുക്ക് പാക്കറ്റ് പാൽ ചിലവർ അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് തീർത്തും തെറ്റാണ്. പാല് നമുക്ക് കിട്ടാനില്ലെങ്കിൽ വേണ്ട, നമുക്ക് കരിക്കോ അല്ലെങ്കിൽ കുങ്കുമം വെള്ളത്തിൽ കലക്കിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. കരിക്ക്, പനിനീര് ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം, തേൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഒറിജിനലായിട്ടുള്ള, നമ്മളിൽ കണ്ട് വിശ്വസിക്കുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങൾ വേണം സാളഗ്രാമത്തിന് ഉപയോഗിക്കാൻ. ഇവയൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ജലത്തിൽ തുളസിയിട്ട് ഭഗവാന്റെ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ശുദ്ധി ചെയ്യുന്ന ഗംഗേ യമുനേശ ആ ഒരു മന്ത്രം ജപിച്ച് നമ്മൾ തീർത്ഥം ശുദ്ധി ചെയ്യാം. അതിനുശേഷം ഞാൻ സാധാരണ പറഞ്ഞ പോലെ ആദ്യത്തെ തീർത്ഥം ആദ്യം നമ്മൾ അതിലെ തുളസി എടുത്ത് നമ്മുടെ സഹസ്രാരത്തിൽ തൂളി, അതിനുശേഷം ആ സാളഗ്രാമത്തിന് തൂളി, അതിനുശേഷം വേണം നമ്മൾ അഭിഷേകം ചെയ്യാൻ. അഭിഷേകം ചെയ്യുമ്പോഴും മന്ത്രിക്കുമ്പോഴും ഇപ്പോൾ ജലമെടുക്കുന്ന മൊന്ത അത് കോപ്പറായിരിക്കണം. അതേപോലെ സാളഗ്രാമത്തിന് അഭിഷേകം ഉപയോഗിക്കുന്ന പാത്രം ഒന്നെങ്കിൽ ശംഖ് നമുക്ക് ഉപയോഗിക്കാം, ഇടംപിരി, അല്ലെങ്കിൽ കോപ്പർ, അല്ലെങ്കിൽ അതായത് സ്റ്റീൽ എന്നുള്ള കൺസെപ്റ്റ് ഒരിക്കലും ഉപചാരത്തിന് ഉപയോഗിക്കരുത്. നൈവേദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഭഗവാന്റെ തട്ട് വെക്കാം, അതിന് മേൽ തുണി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സാളഗ്രാമത്തിന് വയ്ക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചന്ദനമോ മഞ്ഞളോ അതിന് മേൽ കുങ്കുമം കൂടി ചാർത്തിയിട്ട് തുളസി ഇല അതിന്മേൽ ആ ചന്ദനത്തിൻ്റെയോ മഞ്ഞളിൻ്റെയോ മേളിലോ വെച്ച്, അത് കഴിഞ്ഞാൽ ലക്ഷ്മി എന്നുള്ള കൺസെപ്റ്റാണ് തുളസി, വൃന്ദ. സാളഗ്രാമം ഉപചാരം പൂർണ്ണമാകണമെങ്കിൽ തുളസി കൂടിയേ തീരൂ. ഈവൻ നിവേദ്യത്തിനാണെങ്കിൽ തന്നെയും തുളസി നിവേദ്യത്തിൽ വീണാലാണ് ഭഗവാൻ അത് സ്വീകരിക്കുകയുള്ളൂ. ധൂപം കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ നിവേദ്യം ചെയ്യുക. നിവേദ്യം അവലോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ, നിങ്ങളുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം ഭഗവാന് സമർപ്പിക്കുക. അതിൽ തുളസി ഇട്ട് കഴിഞ്ഞാൽ, വെള്ളം തുള്ളി തുളസി വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദമായി. അതിനുശേഷം നമുക്ക് ആരതി കാണിക്കാം. ആരതി നമുക്ക് കർപ്പൂരാരതിയോ നെയ്ത്തിരി ആരതിയോ കാട്ടി ഭഗവാന് 3 പ്രാവശ്യം ചുറ്റുക. അതിനുശേഷം നമുക്ക് 3 പ്രദക്ഷിണം ഭഗവാനെ ചുറ്റുന്നു എന്നുള്ള കൺസെപ്റ്റിൽ നിന്നെടുത്ത് തന്നെ 3 പ്രദക്ഷിണം വെച്ച് 5 സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഭഗവാന്റെ അടുത്ത് ഏതെങ്കിലും ഉപചാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഭഗവാന്റെ ഈ ഉപചാരം സമ്പൂർണ്ണമാക്കുന്നു. അതിൽ ആവാഹനമില്ല, പൂർണ്ണമായിട്ടും അതിൽ ശക്തിയുണ്ട്. അതിന് നമുക്ക് ശ്രീചക്രത്തിലാണെങ്കിൽ അതിൽ ആവാഹനവും നടക്കും, വിസർജനവും നടക്കും. എന്നാൽ ഇത് ഓട്ടോ പൈലറ്റ് പോലെയാണ്, നമുക്ക് ആവാഹിക്കേണ്ടതില്ല. നമുക്ക് എപ്പോഴാണ് ഉപചാരം ചെയ്യുന്നത് അതിലേക്ക് ശക്തി വരും. ഉപചാരം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ആ ശക്തി റിവേർട്ടാവും. ആവാഹനം ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സാളഗ്രാമത്തിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇത് ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ വേറൊന്നും നമ്മൾ നോക്കണ്ട, നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും. എത്ര തന്നെ നെഗറ്റിവിറ്റി ഉണ്ടായിക്കോട്ടെ, വാസ്തുദോഷം ഉണ്ടായിക്കോട്ടെ, ആരെങ്കിലും നമ്മൾക്ക് ചെയ്വിന ചെയ്തോട്ടെ, അതായത് ദുർമന്ത്രവാദം അങ്ങനത്തെയൊക്കെ ചെയ്തോട്ടെ, നമുക്ക് യാതൊരു തരത്തിലുള്ള
പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരില്ല. നമുക്കുണ്ടാകുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ തന്നെയും സാളഗ്രാമം ഉപാസിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ബാലൻസ് ആകാൻ കഴിയും. പക്ഷേ ഒരിക്കലും ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാവരുത് ഉപാസന. അതായത് ഇന്നതാവാൻ, അല്ലെങ്കിൽ എൻ്റെ കടം മാറാൻ, അല്ലെങ്കിൽ എന്നെ നല്ല രീതിയിൽ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാൻ, ആ ഒരു കൺസെപ്റ്റ് സാളഗ്രാമ പൂജയിൽ ഉണ്ടാവരുത്. പൂർണ്ണമായിട്ടും ഈശ്വര സാക്ഷാത്കാരമാണ് നാം അതുദ്ദേശിച്ച് വേണം നമുക്ക് സാളഗ്രാമം ഉപാസിക്കാൻ. ഇപ്പം എനിക്ക് കുറേ കടമുണ്ട്, എൻ്റെ വീഡിയോ കണ്ടു, ഓ സാളഗ്രാമം പൂജിച്ചാൽ എൻ്റെ കടം മാറും, ആ ഒരു കൺസെപ്റ്റ് ഒരിക്കലും മനസ്സിലെടുത്ത് സാളഗ്രാമം ഉപാസിക്കരുത്. ഒന്ന്, എല്ലാം അറിയുന്നവനാണ് ഈശ്വരൻ. നമുക്ക് ഇന്നത് വേണം എന്ന് പറയേണ്ട ആവശ്യമില്ല. പ്യൂർലി ഇറ്റ്സ് എ കോസ്മിക് എനർജി. നാം എന്താണെന്നും നമുക്ക് എന്ത് വേണമെന്നും ഭഗവാൻ അറിയാം. അത് സമയോചിതം ഭഗവാൻ എത്തിക്കും, ആക്കിത്തീർക്കും. ഏത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. നമ്മളൊന്നും കൊണ്ടും ഒരിക്കലും നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ മുമ്പിൽ ഡൗൺ ആക്കരുത്, ഭഗവാനെയും ഡൗൺ ആക്കരുത്. ചിലവരൊക്കെ പറയും, ഭഗവാനെ ഞാൻ അത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ഭഗവാൻ ഇത് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെയാക്കി എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിൽ ഒരിക്കലും വരരുത്. എന്ത് ചെയ്താലും എന്തായാലും അതെൻ്റെ തലവിധിയാണ്. പക്ഷേ ഭഗവാന്റെ ആ ഉപാസനാമൂർത്തിയെ നാം ഒരിക്കലും പഴിചാരരുത്. ബട്ട് നമ്മളെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്താതെ കൈ നീട്ടാത്ത ആ ഒരു അവസ്ഥയിൽ ഉപാസനാമൂർത്തി എത്തിച്ച് തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം സാളഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ പ്യൂർലി കോസ്മിക്കാണ്. അവിടെ ആരെന്ത് നെഗറ്റിവിറ്റി പ്രയോഗിച്ചാലും അതിൻ്റെ പ്രത്യാഘാതം വളരെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ ശക്തിപ്രഭാവം അറിഞ്ഞ് ഇരിക്കുമെന്നുള്ളത് അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം കോസ്മിക് എനർജി സാളഗ്രാമങ്ങളോട് മാത്രം യാതൊരു രീതിയിലുള്ള ബ്ലാക്ക് മാജിക് നടക്കാൻ സാധ്യത കുറവാണ്. സാധ്യത ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം എല്ലാം നിയന്ത്രിക്കുന്ന ആ പരാശക്തി, അതാണ് സാളഗ്രാമം. അതുകൊണ്ട് നമുക്ക് ഏതൊരു സാഹചര്യത്തെയും മറികടക്കാൻ ഈ സാളഗ്രാമ ഉപാസനയിലൂടെ നടക്കും. സാളഗ്രാമം കാണുന്നത് തന്നെ സർവ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സാളഗ്രാമം അഭിഷേകം ചെയ്ത തീർത്ഥം ഗംഗയേക്കാൾ പവിത്രമാണ്. സർവ പാപങ്ങളും സർവ രോഗങ്ങളും സർവ ബാധകളും സർവ അവസ്ഥകളും മാറ്റുന്ന ഒരു കൺസെപ്റ്റാണ് തീർത്ഥം. സാളഗ്രാമം തീർത്ഥം ദിവസവും കുടിക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ബാധകളോ ഏൽക്കില്ല. സാളഗ്രാമം ഉള്ള സ്ഥലത്ത് വാസ്തുദോഷം, ഗ്രഹദോഷം, നാഗദോഷം, അങ്ങനെ ഏതു തരത്തിലുള്ള A to Z ദോഷങ്ങൾ മാറി നിൽക്കും എന്നുള്ളതാണ്. നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതൊരു തരത്തിലുള്ള ബ്ലാക്ക് മാജിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ അത് റിവേർട്ടാവും. കാരണം അത് നിർവീര്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. തീർത്ഥം കുടിക്കുക, തീർത്ഥം തളിക്കുക, തീർത്ഥം കുളിക്കുക. ഒരു രോഗി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ രോഗിക്ക് ദിവസവും ഈ തീർത്ഥം കുളിപ്പിച്ച് അല്ലെങ്കിൽ തീർത്ഥം സേവിക്കുകയാണെങ്കിൽ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയ്ക്ക് പ്യൂരിറ്റിയുള്ള ശക്തിയുള്ള ഒരു കൺസെപ്റ്റ് ഈ ഭൂമിയിൽ വേറെ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാദേവൻ പറയുന്നത്, 1000 ശിവലിംഗം പൂജിക്കുന്നതിന് പകരം ഒരു സാളഗ്രാമം പൂജിച്ചാൽ 1000 ശിവലിംഗം പൂജിച്ചതിൻ്റെ ഫലമാണ്. സോ അത്രയ്ക്ക് ശക്തിയേറിയ ഒരു കൺസെപ്റ്റാണ് സാളഗ്രാമം. അപ്പോൾ അത് കണ്ടറിഞ്ഞ് നാം ഉപാസിക്കുക. കാരണം ഇന്നത്തെ ലോകത്ത് യുവവിളാക്കൾ പൂർണ്ണമായിട്ടും നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നതിന് പകരം ഈ ഒരു കൺസെപ്റ്റ് നാം പ്രയോഗിക്കുകയാണെങ്കിൽ, ഉപചാരം ചെയ്യുകയാണെങ്കിൽ നമ്മളിലുണ്ടാവുന്ന മാറ്റങ്ങൾ
നമ്മളിലുണ്ടാവുന്ന ശക്തികൾ പല തരത്തിലുള്ള നെഗറ്റിവിറ്റിയെ ദൂരീകരിച്ച് സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ജീവിതാന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. നാം ഓരോരുത്തരും അത് കരുതിക്കഴിഞ്ഞാൽ, അത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഓരോ വീട്ടുകളിലും സാളഗ്രാമ പൂജയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രീചക്ര പൂജയുണ്ടെങ്കിൽ അവിടെയുണ്ടാകുന്ന മാറ്റങ്ങൾ നെഗറ്റിവിറ്റിയെ മറികടന്ന് എപ്പോഴും പോസിറ്റീവ് എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള കലഹങ്ങൾ, ദുരിതങ്ങൾ എല്ലാം എന്ന് പറഞ്ഞാൽ A to Z എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പൂർണ്ണമായിട്ടും ഒരു ദൈവികാന്തരീക്ഷം നമ്മുടെ ലൈഫിൽ വരും. സോ അതാണ് നമുക്ക് വേണ്ടത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അഡ്രസ്സും നമ്പറും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മാനസികമോ അല്ലെങ്കിൽ ശാരീരികമോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരവസ്ഥ, കാരണം ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർമാർ നോ പറഞ്ഞ അവസ്ഥകൾ, അതൊക്കെ നമുക്ക് നമ്മുടെ ഈശ്വരൻ, അതായത് നമ്മുടെ ഉപാസനാമൂർത്തിയിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ അതെന്താണെന്നറിയാനും അതെന്തൊക്കെ നമുക്ക് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ മാനസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ചിലവർ ചോദിക്കാറുണ്ട് ഫീസ് എത്രയാകും എന്നൊക്കെ. അത് ഞാൻ എല്ലാ എപ്പിസോഡിലും പ്രത്യേകിച്ച് പറയാറുണ്ട്. ഫീസ് എന്നുള്ള കൺസെപ്റ്റല്ല ഇവിടെ രോഗങ്ങൾ മാറുന്നതും മാനസികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ളതോ എല്ലാം ഓം നമഃശിവായ ആ ഒരു പഞ്ചാക്ഷരി മന്ത്രം, ഓം ഹ്രീം നമഃശിവായ ശക്തി പഞ്ചാക്ഷരി മന്ത്രം എന്തൊക്കെ അത്ഭുതങ്ങൾ കാട്ടുന്നു എന്നുള്ള നിങ്ങളെല്ലാവരും അറിയണം. നമ്മുടെ ഓരോരുത്തർക്കും ഈ ഒരു ശക്തിയുണ്ട്. പക്ഷെ അത് ഉണർത്തുവാനുള്ള മടി, ഇന്നത്തെ ലോകത്ത് പലതരത്തിലുള്ള സുഖങ്ങൾ തേടിയുള്ള ഓട്ടം, നമ്മുടെ ശക്തികൾ ക്ഷയിക്കുക, അതിൽ നിന്നൊക്കെ മുക്തിയേകാനും നമ്മുടെ ശക്തി ഏതാണെന്ന് തിരിച്ചറിയുവാനും നമ്മളെക്കൊണ്ട് കഴിയാനും ഇതാണ് എൻ്റെ മോട്ടോ. ആ ഒരു ലെവലിലേക്ക് നിങ്ങളെല്ലാവരും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. സോ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു ദുരുദ്ദേശവും ഇല്ല എന്നുള്ളത്. വരുന്നതും ദുഃഖിതനാവും വേദനയാണെങ്കിലും പോകുന്നത് തീർത്തും ഒരു അന്തരീക്ഷം, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറും സന്തോഷവും, രോഗം മാറുന്നു എന്നുള്ള കൺസെപ്റ്റും. ഇതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഇനിയും ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും, എൻ്റെ ഓരോ അറിവുകളും ചക്രത്തിൻ്റെ സാന്നിധ്യവും നിങ്ങളിലേക്ക് പകർന്നു തരാനും സാധിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ എപ്പിസോഡുകൾ തന്നെ കണ്ട് ഓരോ കൂട്ടുകാർ എന്നെ വിളിക്കുമ്പോഴും അവരുടെ മാറ്റങ്ങൾ, ഉപചാരം ചെയ്ത ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി അറിയുമ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ ഈ ഓരോ എപ്പിസോഡിലും ഞാൻ ഉപയോഗിക്കുന്ന ഇനിഷ്യേറ്റ് അത് സക്സസ് ആവുന്നു എന്നുള്ള കണ്ടറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.